യൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സാധാരണ ഒരു നാടൻ മീൻകറി തയ്യാറാക്കാം. അത് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അല്പം ചൂടായിട്ട് പുകയുന്നുണ്ട്. അതിനകത്തേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. ആ ഉലുവ ഒന്ന് പതുക്കെ പൊട്ടി വരട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളിയല്ലേ. മീൻകറിക്ക് എപ്പോഴും ചെറിയ ഉള്ളിയാണ് കേട്ടോ. നല്ല സവോള നിവൃത്തി ഉണ്ടെങ്കിൽ ചേർക്കാത്തതാണ് നല്ലത്. ആ ചെറിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടണം കേട്ടോ. അപ്പോഴേ കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. ഇത് 2 പച്ചമുളകൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. 2 ചെറിയ പച്ചമുളക് പൊതുവെ ഇവിടെ എരിവ് കുറച്ച് മതി. അതുകൊണ്ട് അപ്പോൾ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇനി എന്താ പറയുക, കുതിർത്തി വെച്ചിരുന്നു. അതായത് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. കാരണം ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ കുട്ടികളൊക്കെ പാചകം ചെയ്യുമ്പം ചിലപ്പം പൊടി നേരിട്ട് ഇട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാവും നമുക്ക് പേടിക്കണ്ട, ഒരു കുഴപ്പവും വരില്ല. തീ ഇച്ചിരി കൂടി കിടന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ലോ ഈ പൊടികളുടെ. അതൊന്ന് മാറി വരാൻ വേണ്ടി ഇത്തിരി നേരം ഒന്ന് തീ കുറച്ചായിട്ടിരിക്കുന്നത്. ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് പലഹാരത്തിനൊക്കെ. പിന്നെ നമ്മൾ ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഇട്ട് കൊടുത്തു. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂട്ടാൻ നല്ലതാണ്. ഒരു ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് പിന്നീട് ഇനി ചേർക്കാം. അപ്പോൾ ഈ തക്കാളി ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വരണമല്ലോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇത്തിരി നേരം മൂടി വയ്ക്കാം, ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ മീൻകറി ചെയ്യാറുണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ മീൻകറി ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് മറന്നു പോയായിരുന്നു കേട്ടോ. അത് ഇത്തിരി താമസിച്ചു പോയി. കുറച്ച് നേരത്തെ ചേർക്കുന്നതാണ് നല്ലത്. ഉള്ളി ചേർത്ത് ഇത്തിരി കഴിയുമ്പോൾ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. എനിക്ക് വിട്ടുപോയായിരുന്നു, അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ മസാലയൊക്കെ നല്ലപോലെ പച്ചമണമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർത്താലും മതി കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ 1 കപ്പ് നല്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അരച്ച് ചേർക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ ഒന്ന് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് തിളയ്ക്കുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വിടുക. അപ്പോൾ പുളി ചേർത്തിട്ടില്ല. പുളി ഞാൻ കുതിരാനായിട്ട് കുടംപുളിയാണ്, വാളംപുളിയും ചേർക്കാം നമുക്ക്. കുടംപുളി ഞാൻ 2 വലിയ കഷ്ണം കുതിരാനായിട്ട് എടുത്ത് വെച്ചിരുന്ന അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചിട്ട് വേണം നമുക്ക് മീൻ കഷ്ണം ചേർക്കാൻ. ഉപ്പ് ഇത്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ടപ്പോൾ കുറച്ചല്ലേ ഉള്ളായിരുന്നു. ഉപ്പൊക്കെ നോക്കി പാകത്തിനുണ്ട് നോക്കി ഉറപ്പ് വരുത്തുക. മീൻ കഷ്ണം ഇടാനുള്ളതാണ്, അതുകൊണ്ട് ഇത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കണം കേട്ടോ. ഇതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണേ. അപ്പോൾ നമ്മുടെ അരപ്പ് പതുക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് മീൻ കഷ്ണം ഇതെന്താ പറയുക, ഇവിടെയൊക്കെ എന്താ പറയുക, പല സ്ഥലത്തും പലതാണ് പറയുന്നത്. ഇവിടെ പൊതുവെ ഒരു ഏരിമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഇങ്ങനെ കറി വെച്ച് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് അറിയിക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. ഇത്തിരി കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കറി ഒക്കെ 5 മിനിറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് വെന്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഇത് തവിയിട്ടിളക്കാതെ നമ്മളിങ്ങനെ ചുറ്റിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ ഇത്തിരി നേരം കൂടെ ഒന്ന് കറി ഒന്ന് വെന്തോട്ടെ. വെന്തതിൻ്റെ വെള്ളം ഇത്തിരി കൂടെ ഒന്ന് വറ്റാനുണ്ട്. കറി ഏകദേശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.